സ്വാഗതം. ഫസ്റ്റ് റൗണ്ട് നോക്കാം തലക്കെട്ട്. We can do no campaign work. We cannot support our workers. Our leaders cannot fly from one part of the country to the other. Forget fly. They can't take a railway train. അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും തകർക്കുന്നുവെന്ന് കോൺഗ്രസ്. പ്രചാരണത്തിന് പണമില്ലാത്ത അവസ്ഥ. കോടതിയും കമ്മീഷനും മൗനം പാലിക്കുന്നു. സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് റദ്ദാക്കണമെന്ന് നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം. കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കും. കാക്കേരം തറ. RLV രാമകൃഷ്ണന് കലാമണ്ഡലം സത്യഭാമയുടെ അധിക്ഷേപം. കാക്കയുടെ നിറമെന്ന് മോഹിനിയാട്ടം കളിക്കാൻ കൊള്ളില്ലെന്നും പ്രതികരണം. നിയമപരമായി നേരിടുമെന്ന് രാമകൃഷ്ണൻ. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയും അധിക്ഷേപത്തിൽ ഉറച്ച് സത്യഭാമ. സൗന്ദര്യത്തിന് മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്നാണ് മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ട മലയാളികൾ റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ. അഞ്ചുതെങ്ങ് സ്വദേശികൾക്ക് ഗുരുതര പരിക്ക്. വഞ്ചിച്ചത് സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്ത് തിരികെ വരാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥന. ഷൂട്ടിങ്ങും ബോംബറിയും മിസൈലും അടക്കം എല്ലാം ഉണ്ടായിരുന്നു. 22 ദിവസം ട്രെയിനിങ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ യുക്രൈനിൽ യുദ്ധത്തിനോട്ട് കൊണ്ടുപോയി എനിക്കിങ്ങനെ വെടിയേക്കുകയും കാലിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്തായിരുന്നു. ബി.ജെ.പി പ്രവേശനം തള്ളിയ എസ് രാജേന്ദ്രൻ. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെറ്റായ സമയത്ത്. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ CPM-ലേക്കില്ലെന്നും മുൻ MLA. കോൺഗ്രസിലേക്കില്ലെന്ന് കർണാടക ബി.ജെ.പി നേതാവ് സദാനന്ദ ഗൌഡ. ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് സാമൂഹ്യ മാധ്യമ വിലക്ക്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ചാനൽ പാടില്ല. പോസ്റ്റ് ഇടുന്നതിനും നിയന്ത്രണം. മെഡിക്കൽ കോളേജുകളിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷം. ഹൌസ് സർജന്മാരുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങി. സ്വർണ്ണവില 50,000-ലേക്ക്. പവന് 1,00,000-ആകാൻ 560 രൂപ മാത്രം. ഗ്രാമിന് 6,180 രൂപ. ഇന്ന് 100 രൂപ കൂടി. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ്. നടപടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് അക്കൗണ്ടല്ല, ജനാധിപത്യമാണ് മരവിപ്പിച്ചതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് യാത്ര ചെയ്യാൻ റെയിൽവേ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോലും പാർട്ടിയുടെ അടുത്തില്ല. സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് റദ്ദാക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെയും ആവശ്യപ്പെട്ടു. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സോണിയാഗാന്ധി രാഹുലിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. देश की जनता, एक आम नागरिक देख सकता है कि बीजेपी ने चुनावी चंदा बॉन्ड से 56% पैसे हासिल किए हैं, वही कांग्रेस को 11% ही मिले हैं. और ये वो पैसे जो बॉन्ड से बीजेपी ने लिए हैं, इसके अलावा जो कैश में इनके पास आता होगा तो कोई अकाउंट ही नहीं है. This is not freezing of the Congress party's bank accounts. This is the freezing of Indian democracy. That is what is happening here. Okay, so we are unable, as the biggest opposition party, we are unable to take any action. There's no action we are able to take. We cannot send our leaders anywhere. We cannot book advertisements. We cannot do anything. What else is it if it's not an assault on democracy? This issue affects not just the Indian National Congress. It impacts our democracy itself most fundamentally. A systematic effort is underway by the Prime Minister to cripple the Indian National Congress financially. Funds collected from the public are being frozen and money from our accounts is being taken away forcibly.
മുഹമ്മദ് നൌഫൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നൌഫൽ, എന്താണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്? അജിംസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന നിലക്കാണ് കോൺഗ്രസ് ഇന്ന് ഈ വിഷയം വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ നേതാക്കളുടെ പട്ടിക തന്നെ നോക്കിയാൽ നമുക്ക് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകും. കാരണം സോണിയാഗാന്ധി ഏറെ കാലത്തിന് ശേഷമാണ് AICCയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അജയ് മാക്കനും ജയറാം രമേശും KC വേണുഗോപാലും ഒക്കെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ അല്പം മുമ്പ് നമ്മൾ കേട്ട വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ പോലും കോൺഗ്രസിന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂർണ്ണമായും മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒന്നും തന്നെ സാധിക്കാത്ത അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ മരവിപ്പിക്കലാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. സോണിയാഗാന്ധിയും വളരെ വ്യക്തമായി പറഞ്ഞു ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും ആദായ നികുതി അടയ്ക്കേണ്ടതില്ല, BJP അടക്കമുള്ള പാർട്ടികൾ ആദായ നികുതി അടയ്ക്കുന്നില്ല എന്നുള്ള പോയിന്റാണ് അവർ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ കോടതിയോ ഇലക്ഷൻ കമ്മീഷനോ മീഡിയ പോലുമോ തങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, ആരും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പരിഭവം പറയുകയും ചെയ്തു. പ്രധാനമായും ഇവർ പറയുന്നത് 7 വർഷം മുമ്പുള്ള ഒരു ടാക്സിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത്. അന്ന് 199 കോടി ഉണ്ടായിരുന്ന അക്കൗണ്ടിൽ നിന്ന് വെറും 14 ലക്ഷത്തിന്റെ നികുതി അടച്ചില്ല, 14 ലക്ഷം രൂപയുടെ നികുതി അടച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത്. പക്ഷേ നികുതി ഫൈനായിട്ട് വന്നിരിക്കുന്നത് 106% എന്നും പറയുന്നു. അതായത് തീർത്തും നീതികേടാണ് കോൺഗ്രസിനോട് കാണിച്ചിരിക്കുന്നത്. ഈ നീതികേടിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് ഈ വാർത്താ സമ്മേളനം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിച്ചത്. ശരി നൌഫൽ. നർത്തകനും നടനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനും എതിരെ അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു പരാമർശം. ഇത്തരം ആളുകൾ കാരണം പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. കാക്കേര നിറം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കും. യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത്. RLV രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ചാലക്കുടിക്കാരനായ നർത്തകനായ അധ്യാപകനെന്നും സംഗീത നാടക അക്കാദമിയുമായി പ്രശ്നമുണ്ടായിരുന്ന ആളെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപം. കലാമണ്ഡലം സത്യഭാമ മുൻപും തന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇതുപോലുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. എന്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. പരാമർശം വിവാദമായെങ്കിലും തന്റെ വാദങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തി. സൗന്ദര്യത്തിന്റെ മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. മീഡിയ 1 തൃശൂർ. RLV രാമകൃഷ്ണൻ പിന്തുണച്ച് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ രംഗത്തെത്തി. മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭയാണ് രാമകൃഷ്ണൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമ നിലപാട് തിരുത്തണമെന്ന് മുല്ലപ്പള്ളി രാമകൃഷ്ണൻ പ്രതികരിച്ചു. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് RLV കോളേജ് അധികൃതർ പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണനിട്ട പോസ്റ്റിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്തുണയുമായെത്തി. ജാതീയ വിവേചനത്തിന്റെയും വർണ്ണവെറിയുടെയും ജീർണാവശിഷ്ടങ്ങൾ ഉള്ളിൽ പേറുന്നൊരു വനിതയുടെ പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്. പുഴുക്കുത്തു പിടിച്ച മനസ്സുള്ളവർ എന്തും പറയട്ടെയെന്നും മന്ത്രി കമന്റ് ചെയ്തു. സത്യഭാമ സംഘപരിവാർ പാളയത്തിലുള്ളയാളാണെന്നും ഫ്യൂഡൽ മാടമ്പിത്തരവും ജാതീയമായ അസമത്വവും അടക്കം തിരിച്ചു കൊണ്ടുവരാനുള്ള താൽപര്യം അവരുടെ വാക്കുകളിലുണ്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അവരുടെ ഉള്ളിലെ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിന്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണിത്. വെറും ജാതീയമായ വെറുപ്പിന്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. പ്രതിഭാധനനായ രാമകൃഷ്ണനെതിരെയുള്ള വർണ്ണജാതി വിവേചനവും നിന്ദയും അത്യന്തം അപലപനീയമാണെന്നും പരാമർശങ്ങൾ കേരളീയ സമൂഹത്തിന് അപമാനമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് FB പോസ്റ്റിൽ പറഞ്ഞു.
വർണ്ണവിവേചനത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം നടന്ന നാടാണിതെന്നും സത്യഭാമ നിലപാട് തിരുത്തണമെന്നും കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആ നാട്ടിൽ അത്തരമൊരു തരത്തിലുള്ള പ്രസ്താവന നടത്തുമെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല അതിശയമായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളും രാമകൃഷ്ണൻ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് RLV കോളേജ് അധികൃതർ വ്യക്തമാക്കി. RLV കോളേജ് അന്നിരുന്ന ഗുരുക്കന്മാരെ എല്ലാം അവമാനിക്കുന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഈ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നത്. വളരെ മോശം എന്ന് എനിക്ക് പറയാനുള്ളൂ. നിയമ നടപടി ഞങ്ങൾക്ക് ഗവൺമെന്റ് കോളേജാണ്, അത് നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. മനുഷ്യക്കടത്തിനിരയായി റഷ്യയിലെത്തിയ 3 മലയാളികളെ യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ നിയോഗിച്ചു. വെടിവെപ്പിലും മൈൻ സ്ഫോടനത്തിലും ഗുരുതര പരിക്കേറ്റ ഒരാൾ ചികിത്സയിലാണ്. തട്ടിപ്പിനിരയായി യുദ്ധമുഖത്തെത്തിയ യുവാവ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മീഡിയ വണ്ണുമായി പങ്കുവച്ചത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രിൻസ് സെബാസ്റ്റ്യൻ, വിനീത് സെൽവ, ടിനു പനിയടിമ എന്നിവരാണ് യുദ്ധമുഖത്ത് കുടുങ്ങിയത്. റഷ്യയിൽ ആർമി സെക്യൂരിറ്റി ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്താണ് മലയാളിയായ ഏജന്റ് പ്രിയൻ ഇവരെ സമീപിച്ചത്. ഇതിനായി ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു. റഷ്യയിലെത്തിയപ്പോഴാണ് നടന്നത് യുദ്ധഭൂമിയിലേക്കുള്ള മനുഷ്യക്കടത്താണെന്ന് തിരിച്ചറിഞ്ഞത്. യുദ്ധത്തിൽ വെടിയേറ്റും മൈൻ പൊട്ടിയും പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിലുള്ള പ്രിൻസ് സെബാസ്റ്റ്യനുമായി മീഡിയ 1 സംസാരിച്ചു. വെടിയേക്കുകയും കാലിൽ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും, എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടുത്തെ അവസ്ഥയിൽ എങ്ങനെയും കഷ്ടപ്പെട്ട് ഇഴഞ്ഞ് എങ്ങനെയെങ്കിലും മണ്ണിൻ്റെ അടിയിൽ കൂടി ഇഴഞ്ഞ് നമ്മുടെ സ്വന്തം റിസ്കിലാണ് രക്ഷപ്പെട്ടത്. വിനീതും ടിനുവും ഇപ്പോഴും യുദ്ധഭൂമിയിലാണ്. വിനീത് അയച്ച ശബ്ദ സന്ദേശത്തിൽ വെടിയൊച്ചകൾ കേൾക്കാം. ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് പോക്കൊണ്ടറിയാലേ. യുവാക്കളുടെ ബന്ധുക്കൾ കടുത്ത ആശങ്കയിലാണ്. ഇന്ത്യക്കാരെ യുദ്ധത്തിനായി റഷ്യയിലേക്ക് കടത്തിയതിന് 3 മലയാളികളടക്കം 19 പേർക്കെതിരെ CBI കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് മലയാളികളെയും ഈ സംഘം തട്ടിപ്പിനിരയാക്കി റഷ്യയുടെ കൂലിപ്പട്ടാളമാക്കിയ വാർത്ത പുറത്തുവരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെറ്റായ സമയത്തായി പോയെന്ന് CPM മുൻ MLA S. രാജേന്ദ്രൻ. ഇക്കാര്യത്തിൽ CPM നേതാക്കളോട് ക്ഷമാപണം നടത്തി. എന്നാൽ നേതാക്കളുമായുള്ള പ്രശ്നം പരിഹരിക്കാതെ CPM അംഗത്വം പുതുക്കില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. രാജേന്ദ്രന്റെ പാർട്ടി കൂച്ചുവിലങ്ങിടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറിയും രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകുമെന്ന് കരുതുന്നില്ലെന്ന് MM മണിയും പറഞ്ഞു. CPM നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളെല്ലാം തള്ളുകയാണ് S. രാജേന്ദ്രൻ. പ്രകാശ് ജാവ്ദേക്കർ BJPയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടായ കൂടിക്കാഴ്ച അനവസരത്തിലായിപ്പോയി. അക്കാര്യത്തിൽ താൻ പാർട്ടി നേതൃത്വത്തോട് ക്ഷമാപണം നടത്തിയെന്നും രാജേന്ദ്രൻ പറഞ്ഞു. BJPയിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല. ഞാൻ പറഞ്ഞു, അതായത് അതിനകത്ത് ഒരു ചെറിയ വീഴ്ച എനിക്ക് പറ്റിയിട്ടുണ്ട്. അക്കാര്യം തുറന്നു പറയുന്നതിലൊന്നും ഒരു വിഷമം എനിക്കില്ല. എന്നെ വിളിച്ച നേതാവിനോട് സോറി പറയുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി ഉണ്ടായിട്ടും രാജേന്ദ്രനെ തള്ളിപ്പറയാൻ CPM ജില്ലാ നേതൃത്വം തയ്യാറായില്ല. രാജേന്ദ്രന്റെ കൂച്ചുവിലക്കൊന്നും CPM തീരുമാനിച്ചില്ല. ഒരു വിലക്കുമില്ല. അതുകൊണ്ട് രാജേന്ദ്രൻ പോയി. രാജേന്ദ്രൻ അവിടെ തെരഞ്ഞെടുപ്പ് സജീവമാണ്. രാജേന്ദ്രൻ തന്നെ അക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. രാജേന്ദ്രൻ പാർട്ടി വിടുമെന്ന് കരുതുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്നും MM മണി പ്രതികരിച്ചു. രാജേന്ദ്രൻ BJP പോകുന്നൊന്നും ഞാനിട്ട് കരുതുന്നുമില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോകുമെന്ന് കരുതുന്നില്ല. വ്യക്തിപരമായ തിരക്കുകൾ ഉള്ളതിനാലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് S. രാജേന്ദ്രന്റെ വിശദീകരണം. എന്നാൽ നേതാക്കളുമായുള്ള പ്രശ്നം തീരാതെ CPM മെമ്പർഷിപ്പ് പുതുക്കില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന രാജേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കം CPM വരും ദിവസങ്ങളിലും തുടരും. മീഡിയ 1 ഇടുക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ അക്രമം വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട്. മതാചാരപ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾ പോലും തടയാൻ ശ്രമിക്കുന്നുവെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മതപരിവർത്തനത്തിന്റെ പേരിൽ വ്യാജ കേസെടുക്കുന്നത് കൂടുതലും UPയിലാണ്. പാസ്റ്റർമാർ പങ്കെടുക്കുന്ന പിറന്നാൾ ആഘോഷം പോലും മതപരിവർത്തനം എന്ന പേരിലാണ് കേസെടുത്ത് ജയിലിലടയ്ക്കുന്നത്. 75 ദിവസത്തിനുള്ളിൽ എടുത്തത് 161 കേസുകളാണ്. UPയിൽ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന നടപടികളെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഛത്തീസ്ഗഡിൽ കുടിവെള്ളം പോലും ക്രിസ്ത്യാനികൾക്ക് നിഷേധിക്കുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിന് മൂക്കുകയറിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ചാനലുകൾ തുടങ്ങുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ഉത്തരവ് പറയുന്നു. ഡയറക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം ഡോക്ടർമാർ രംഗത്തെത്തി.
ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സർക്കാർ ജീവനക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതും ചാനലുകൾ തുടങ്ങുന്നതും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഉത്തരവിൽ പറയുന്നു. പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥർ അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ അപേക്ഷിച്ചതിന് മറുപടി നൽകിയപ്പോഴാണ് ഡയറക്ടർ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പോസ്റ്റ് ഇടുന്നതിന് അനുമതി നൽകിയാൽ ചട്ടലംഘനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയത്. പോസ്റ്റുകൾ ഇടുന്നതിന് അനുമതി തേടി അപേക്ഷകൾ ലഭിച്ചാൽ ജില്ലാതലത്തിലോ സ്ഥാപനത്തിലോ നിരസിക്കണമെന്നും ഉത്തരവിലുണ്ട്. അതിനിടെ ഡയറക്ടറിന്റെ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്തെത്തി. ഇത്തരം ഉത്തരവുകളിലൂടെ അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഒരു വിഭാഗം ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 തിരുവനന്തപുരം. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഹൗസ് സർജൻസി ചെയ്യുന്നവർക്കുള്ള പ്രതിമാസ സാമ്പത്തിക സഹായം മുടങ്ങി. ഹൗസ് സർജൻസിനുള്ള ഫെബ്രുവരിയിലെ സ്റ്റൈപ്പൻഡാണ് വൈകുന്നത്. സ്റ്റൈപ്പൻഡ് ഇനിയും വൈകിയാൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് വിദ്യാർത്ഥികൾ മീഡിയ 1 പറഞ്ഞു. 222 വിദ്യാർത്ഥികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 149 പേരും. ഓരോ വിദ്യാർത്ഥിക്കും പ്രതിമാസം നൽകേണ്ട 26,000 രൂപ സ്റ്റൈപ്പൻഡാണ് മുടങ്ങിയത്. നമ്മുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടാതായിട്ട് 20 ദിവസം കഴിഞ്ഞു. നമ്മൾ ഇതുപോലെ റിക്വസ്റ്റ് കൊടുത്തു. അതിനൊരു നേരായിട്ടുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ നമ്മുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്നത് DMBയിലുള്ള പ്രശ്നമാണ്, ഫണ്ടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റിൽ ഫണ്ടില്ല. ഈ ഫയൽ ഫിനാൻസിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ ഇതിന് കൃത്യമായ ഉത്തരവോ എന്ത് ശമ്പളം കിട്ടും എന്നുള്ളത് പോലും നമുക്കറിയില്ല. കടുത്ത ജോലിഭാരത്തിനൊപ്പം സ്റ്റൈപ്പൻഡ് കൂടി മുടങ്ങിയതോടെ ഇവർക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇവിടുത്തെ സ്റ്റാഫ് ഷോർട്ടേജ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലറിക്കൽ പണികളും അറ്റൻഡേഴ്സിൻ്റെ പണികളും അങ്ങനത്തെ ഒരുപാട് നമുക്ക് അക്കാഡമിക്കലി ഒരു ബെനിഫിറ്റും കിട്ടാത്ത രൂപത്തിലുള്ള പണികളാണ് വളരെയധികം ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിട്ട് എടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഇവിടുത്തെ ഹൗസ് സർജൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേഴ്സണലായിട്ടുള്ള കുറേ ചിലവുകൾ, ഇപ്പം ഹോസ്റ്റൽ ഫീ ആണെങ്കിലും മെസ് ഫീ ആണെങ്കിലും അതോടൊപ്പം തന്നെ ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. സ്റ്റൈപ്പൻഡ് ഉടൻ നൽകിയില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനാണ് ഹൗസ് സർജൻസ് അസോസിയേഷന്റെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്. വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് വീണ് യുവാവ് മരിച്ചതിൽ കലക്ടർ വിളിച്ച സർവകക്ഷി യോഗം സമവായമാകാതെ പിരിഞ്ഞു. നഷ്ടപരിഹാരത്തിൽ തീരുമാനമെടുക്കാത്തതിനാൽ കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചു. അപകടം ഒഴിവാക്കാൻ പ്രത്യേക മാർഗരേഖ തയ്യാറാക്കുമെന്ന് കലക്ടർ പറഞ്ഞു. അനന്തുവിന്റെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരം തന്നെയായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. 1 കോടി രൂപ കുടുംബത്തിന് നൽകണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സർക്കാർ തലത്തിൽ ചർച്ചകൾ നടത്തിയേ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്ന മറുപടി. ഇതോടെ കോൺഗ്രസ് യോഗം ബഹിഷ്കരിച്ചു. അമിതമായ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി പാറ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടർമാരാണ് 2 ടിപ്പറിൽ കയറേണ്ടുന്ന ലോഡ് 1 ടിപ്പറിൽ കയറ്റുന്നത്. 25 ടണ്ണ് കയറ്റേണ്ട സ്ഥലത്ത് 40-45 ടണ്ണ് അവർ കയറ്റുകയാണ്. ഇവിടെ അമിതഭാരം കൊണ്ടുവരുന്ന ലോഡുകൾ പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥൻ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ പിടിച്ചാൽ അപ്പോൾ തന്നെ മുകളിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഇടപെടൽ വരുന്നു എന്നാണ് അവർ നമ്മളോട് നേരിട്ട് പറഞ്ഞത്. ടിപ്പറുകളുടെ അമിത വേഗത, അമിത ലോഡ്, സമയക്രമം പാലിക്കൽ എന്നിവയും ചർച്ചയായി. പോലീസും MVDയും എക്സൈസും യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാകും ഒരുക്കുക. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗരേഖ 2 ദിവസത്തിനകം തയ്യാറാകും. പാറകൾ കൊണ്ടുപോകുന്നതിനും മറ്റും റോഡുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന സാധ്യതയും പരിശോധിക്കും. ഇപ്പം ഇവിടെ ഇറക്കുമ്പോൾ തന്നെ ഓവർലോഡ് ആണെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുക്കാൻ പാടില്ല ടു ദ കൺസേൺ കോൺട്രാക്ടർ, ബിക്കോസ് അത് നിയമലംഘനമാണ്. അതുപോലെ തന്നെ അവിടെ ലോഡ് കയറ്റുന്ന സ്ഥലത്ത്, ദാറ്റ് ഈസ് ഈ ക്വാറിയുടെ സ്ഥലത്തിൽ, അവിടെ ഇതുപോലെ തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഒരു കൃത്യമായി മാർഗരേഖ, ഒരു SOP തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. മന്ത്രി V. ശിവൻകുട്ടി, ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, കോവളം MLA വിൻസെന്റ്, മേയർ ആര്യ രാജേന്ദ്രൻ, അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം. കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാക്കി കേരളം. അടിയന്തരമായി 10,000 കോടി എങ്കിലും കടമെടുക്കാൻ അനുവദിക്കണം. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതിയിൽ വാദം തുടരുകയാണ്. D. ധനസുമോദ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. സുമോദ്, ഇന്നെന്താണ് കോടതിയിൽ ഉണ്ടായത്?
അജിംസ് രാവിലെ തുടങ്ങിയ വാദം ഇപ്പോഴും തുടരുകയാണ്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇപ്പോൾ കോടതി പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേരളം വാദം നടത്തിയപ്പോൾ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ മുന്നോട്ട് വെച്ചത് ഇത് കേരളത്തിന് 14,000 കോടി രൂപയെങ്കിലും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം, അത് ഈ മാർച്ച് 31 വേണം ഈ തുക അനുവദിക്കേണ്ടത്. പക്ഷേ വളരെ അടിയന്തരമായിട്ട് തന്നെ ഒരു 10,000 കോടി രൂപയായി വർദ്ധിപ്പിക്കേണ്ട ഒരു വളരെ അടിയന്തര ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വലിയ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നത് എന്നുള്ള കാര്യമാണ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല ഇത് ആവശ്യപ്പെടുന്നത് ഇത് ഒരു കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല, മറിച്ച് ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ചുള്ള തുക തന്നെയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഉപയോഗിക്കാത്ത, അതായത് 2021 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഉപയോഗിക്കാതിരുന്ന ഒരു പരിധിയുണ്ട്. അതിൽ നിന്നുള്ള തുകയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി അനുവദിക്കണം. കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി ഒരു കാരണവശാലും താരതമ്യം ചെയ്യരുത് എന്നുള്ള കാര്യം കപിൽ സിബൽ ഇന്നും ചൂണ്ടിക്കാട്ടി. കാര്യം മഹാരാഷ്ട്ര പോലുള്ള അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള മറ്റു നിർമ്മാണ മേഖലയിൽ, ഉൽപ്പാദന മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു സംസ്ഥാനം പോലെ അല്ല കേരളം. കൂടുതലും വിദ്യാഭ്യാസത്തിലാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ആ തരത്തിലുള്ള നിക്ഷേപമാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ നിന്നും നിരവധി നേഴ്സുമാർ പുറത്തേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വളരെ അടിയന്തരമായിട്ട് 10,000 കോടി രൂപയുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. വാദം ഉച്ചകഴിഞ്ഞും തുടരും. ശരി സുമോദ്. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട നിയമം സ്റ്റേ ചെയ്യണം എന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി. അതേസമയം നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 6 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. ഇന്ന് ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 6,180 രൂപയും പവന് 49,440 രൂപയുമായി. സ്വർണ്ണവില പവന് 50,000-ൽ എത്താൻ 560 രൂപയുടെ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണവില എത്തിയിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പവന് 800 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് 49,440 രൂപയും ഗ്രാമിന് 6,180 രൂപയുമായി. കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണ്ണത്തിന് 48,640 രൂപയായിരുന്നു. മാർച്ച് 20-നാണ് ഇതിനു മുൻപത്തെ ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് കേരളത്തിലെ വില വർധനയ്ക്ക് കാരണം. അന്താരാഷ്ട്ര സ്വർണ്ണവില $2,203 83.05 ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക്. 50,000 രൂപയിലേക്ക് എത്താൻ 560 രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ പണനയ പ്രഖ്യാപനമാണ് സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണം. പലിശ നിരക്ക് 5.5 എന്ന തൽസ്ഥിതി തുടരാനുള്ള തീരുമാനം സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. സ്വർണ്ണത്തിലുള്ള നിക്ഷേപം വർദ്ധിച്ചതും വിലവർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ഗ്രൂപ്പിൽ ഒരു ജയവും ഒരു തോൽവിയുമായി മൂന്നാമതാണ് ഇന്ത്യ. പരിക്കുമാറി ജിക്സൺ സിംഗും അൻവർ അലിയും ടീമിൽ തിരിച്ചെത്തി. സൗദി അബഹയിലെ ദമക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് മത്സരം. അഫ്ഗാനിൽ നടക്കേണ്ട മത്സരം വിവിധ കാരണങ്ങളാൽ സൗദിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രൈം വോളി ലീഗ് ഫൈനലിൽ കാലിക്കറ്റ് ഹീറോസ് ഇന്ന് ഡൽഹി തൂഫാൻസിനെ നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 6:30-ക്കാണ് മത്സരം. പ്രഥമ കിരീടം ലക്ഷ്യമിട്ടാണ് കാലിക്കറ്റ് ഇറങ്ങുന്നത്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക്. സ്വർണ്ണം 22 കാരറ്റ് ഗ്രാമിന് 6,245, പവന് 49,160. സ്വർണ്ണം 18 കാരറ്റ് ഗ്രാമിന് 5,140, പവന് 41,120. വെള്ളി ഗ്രാമിന് 81 രൂപ.